കൂൺ മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്നൊരു വീഡിയോ കണ്ടു. അപ്പോൾ പിന്നെ ചെയ്ത് നോക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ കുറച്ച് കൂണ് കിട്ടി കേട്ടോ. എന്നാൽ പിന്നെ ഒരു മെഴുക്ക് പുരട്ടി വെച്ച് കളയാമെന്ന് തീരുമാനിച്ചു. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടി, ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കണം. ഹൈ ഫ്ലെയിമിൽ എന്തിനാണ് ഇളക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ കൂണിൽ നിന്ന് വെള്ളം ഊറി വരികയും അത് മെഴുക്ക് പുരട്ടി പോലെ കിട്ടാതെ പകരം കുഴഞ്ഞു പോവുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കൂൺ ഇളക്കുന്നത്. അങ്ങനെ ഒരു 4-5 മിനിറ്റെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് തീ കുറയ്ക്കാം. കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കൂൺ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കുമാണ് അതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് നേരത്തെ ചേർത്താനുള്ള കുഴപ്പവും ഇത് തന്നെയാണ്, വെള്ളമിറങ്ങും. അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ രുചികരമായ കൂൺ മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. വളരെ രുചികരമാണ് കേട്ടോ.